Hello! Welcome! Okay, welcome to 90 Plus, India's first animal live tuition. Hello മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? സുഖാണോ? വളരെ സുഖാണോ? സുഖാണോ? ശരിക്കും? റിയലി? ശരിക്കും സുഖാണ്? സത്യായിട്ടും? ഓക്കേ. നിനക്കോ? എടാ സുഖാണോടാ? സുഖാണോ? ശരിക്കും? ഓക്കെ ഓക്കെ. അപ്പം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, എല്ലാ എന്റെ 5ാം ക്ലാസ്സിലെ മക്കളും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല സൂപ്പറായിട്ട് ഒന്ന് ഇരുന്നേ, ഒന്ന് ഉഷാറായിട്ട് ഇരുന്നേ. ഓക്കെ, എങ്ങനെയുണ്ട് മക്കളെ? സ്കൂളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഇല്ലേ? സ്കൂളും 90+ കൂടെ കൂടിയ പിന്നെ വേറെ ലെവല് വൈബ് അല്ലേ? ഓക്കെ, സോ എന്തൊക്കെയാണ്? റെഡി ആണല്ലോ അല്ലേ? എന്തൊക്കെയാണ് സെറ്റല്ലേ? ഗുഡ് ഈവനിങ് ഓൾ. എന്നെ കേൾക്കുന്നില്ലേ മക്കളെ? എന്നെ കേൾക്കുന്നവരും തലയാട്ടിക്കേ. കേൾക്കുന്നില്ലേ? ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യല്ലേ? അല്ല മക്കളെ, കുറച്ച് വേർഡ് മീനിങ്സ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മക്കൾ പഠിച്ചായിരുന്നോ? പഠിച്ചോ? എപ്പോഴും ശ്രദ്ധിക്കുക വേർഡ് മീനിങ്. ഓക്കെ, വേർഡ് മീനിങ് സർ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് സർ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത വേർഡ് മീനിങ്സ് ഒക്കെ നല്ലവണ്ണം ഒന്ന് പറഞ്ഞ് വായിച്ച് കാണാതെ പറഞ്ഞ് പഠിക്കുക. ഒരു 10 മിനിറ്റ് അതിന് ചെലവാക്കാൻ കേട്ടോ. റെഡിയാണോ? ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിന് നിങ്ങൾക്ക് എഴുതി തന്ന മീനിങ്സ് പഠിച്ചവർ മാത്രം കൈ ഇങ്ങനെ കാണിച്ചേ കൈ പഠിച്ചവർ മാത്രം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നിങ്ങൾക്ക് തന്ന വേർഡ് മീനിങ്സ് പഠിച്ചവർ മാത്രം ഇങ്ങനെ കാണിച്ചേ. ഓക്കെ സെറ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വേർഡ് മീനിങ്സ് പഠിച്ചവർ മാത്രമാണ് നമ്മൾ ക്ലാസ്സിൽ മുന്നോട്ട് പോവുക. സോ സർ പിന്നെയും പറയുന്നു. എന്താ പറയാ സർ? എന്താ പറയല്? എപ്പോഴും സർ പറയുന്നൊരു വാക്കുണ്ട്. എന്താ? പറഞ്ഞോ, ഓർക്ക പറ. എന്താ സർ പറയാ? ഓക്കെ, എന്താ സർ പറയാ? പറ. എന്താ പറയാ? പറ. Oh, make your dreams come true. അല്ലേ? ഡ്രീംസ് ഉണ്ടോ? ഡ്രീം ഉണ്ടോ? സ്വപ്നങ്ങൾ ഉണ്ടോ? ഉണ്ട് അല്ലേ? സോ ആ സ്വപ്നം യഥാർത്ഥമാവട്ടെ അല്ലേ? ആ സ്വപ്നം മക്കള് നല്ല പഠിച്ച് വലുതായിട്ട് ആ സ്വപ്നത്തിലേക്ക് എത്തട്ടെ. അതാണ് ഞാൻ സാറ് ഈ പറയുന്നത് കൊണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? സോ നമ്മുടെ ചാപ്റ്റർ ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ചാപ്റ്റർ ഏതായിരുന്നു? The Kissing Hand. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മറച്ചു വെക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മറച്ചു. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, മീനിങ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി. സോ ആരുടെ സ്റ്റോറിയാണിത്? ഈ ചാപ്റ്റർ ആരുടെ സ്റ്റോറിയാണ്? നമ്മുടെ ചേസ്റ്റർ റെക്കോണിന്റെ സ്റ്റോറിയാണല്ലേ? അല്ലേ? സ്കൂള് പാട്ട് പാടിപ്പിക്കണോ? പാട്ട് പാടാൻ ഒരാൾക്ക് വേണം. ഇപ്പൊ പാട്ട് പാടാൻ ചാൻസ്. കൈ ഇങ്ങനെ നോക്കിയോ? ഒരാൾക്ക് ഫസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുന്നവർക്ക് പാട്ട് പാടാൻ അവസരം. വിളിച്ചു കൈ ഇങ്ങനെ കാണിച്ചോ? കൈ ഇങ്ങനെ കാണിക്കുന്നവരെ വിളിച്ചോ. ഒരാൾക്ക് പാട്ട് പാടാൻ അവസരം തന്നിരിക്കുന്നു. ഗൈസ്, പാടിക്കോ. ഹിബ, അടിപൊളി പാട്ടായിരിക്കണം കേട്ടോ. ഓക്കെ, മറ്റന്നാൾ പെരുന്നാളല്ലേ? ഡ്രസ്സൊക്കെ എടുത്തോ? കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. എനിക്ക് എന്തിനാണ് സാർ കുറച്ച് വാപ്പച്ചിരി യൂറോപ്പിൽ പോണ സമയത്തിലൊക്കെ. ഫാത്തുമ, നിന്നോട് പാട്ട് പാടാൻ ഇനി പാട്ട് പാടാൻ റെഡിയാണോ? ആണോ? എന്നാ പാട്. ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്.
പാട്. ഗായ്സ് നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? തലയടിക്കേ. ഇടിച്ച് ചപ്പാത്തിയാക്കും ഞാൻ പാട്ട് പാടുന്നവരുടെ കൈവക്കാൻ പറയുമ്പോ പിന്നെ എന്തിനാ കൈവക്കിയേ? ഒരൊറ്റ ഏറെ കൊടുത്തോണ്ട് പാട്ട് കണ്ടോട്ടോ. നിന്നെ വിളിക്കുക മിൻഹമോള് പാടിക്കോ. ഓക്കെ ഗായ്സ് പാട്ട് കേൾക്കാൻ റെഡി ആയിക്കോളൂ. നമ്മുടെ ക്ലാസ് കേൾക്കുന്നില്ലേ? മിൻഹ വോയിസ് കേൾക്കുന്നില്ല വോയിസ്. എന്തൊരു കഷ്ടാണ്. ഹെഡ്സെറ്റ് കറക്റ്റ് കണക്ട് ചെയ്യണോ നോക്കി മോളെ. വോയിസ് ഇങ്ങോട്ട് കേൾക്കുന്നില്ല മോളെ. ചോദിച്ചു വേദമിക മിൻഹ എന്റെ വോയിസ് ഒന്ന് റെഡി ആക്കൂട്ടോ. വേദമിക പാടിക്കോ. ഇനി ആ വോയിസ് കേൾക്കുന്നില്ല. ആരുടെയും റെഡി ആക്കാൻ പറഞ്ഞു നോക്ക് മോളെ. പാട് മാനത്തുണ്ടൊരു വെള്ളിത്താരം താരത്തിനൊരു പേരുണ്ട്. പേര് ചൊല്ലിയ നിങ്ങൾ ചിരിക്കും അമ്പിളിയമ്മാവൻ, നല്ലൊരമ്പിളിയമ്മാവൻ. എന്താ പാട് ബാക്കി പാട് കഴിഞ്ഞോ? നമ്മൾ നോക്കുമ്പോ നമ്മളെ നോക്കും, നമ്മൾ നടക്കുമ്പോ കൂടെ നടക്കും, നമ്മൾ ഓടുമ്പോൾ കൂടെ ഓടും, നമ്മൾ ചാടുമ്പോൾ കൂടെ ചാടും, നമ്മൾ ഓടുമ്പോൾ കൂടെ ഓടും, നമ്മൾ ചാടുമ്പോൾ കൂടെ ചാടും, നമ്മൾ ഓടുമ്പോൾ കൂടെ ഓടും, നമ്മൾ ചാടുമ്പോൾ കൂടെ ചാടും. മാനത്തുണ്ടൊരു വെള്ളിത്താരം താരത്തിനൊരു പേരുണ്ട്. പേര് ചൊല്ലിയ നിങ്ങൾ ചിരിക്കും അമ്പിളിയമ്മാവൻ, നല്ലൊരമ്പിളിയമ്മാവൻ. അന്തിവേലത്ത് മനത്ത് പൊങ്ങും നേരം വെളുക്കുമ്പോ കാണൂല. എല്ലാരും കാണിച്ചോങ്ങനെ എല്ലാവർക്കും പെണ്ണിലെ താരങ്ങൾക്കിടയിലൂടെ ഓടിയൊളിക്കുന്നൊരമ്മാവൻ, പെണ്ണിലെ താരങ്ങൾക്കിടയിലൂടെ ഓടിയൊളിക്കുന്നൊരമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളിത്താരം താരത്തിനൊരു പേരുണ്ട്. പേര് ചൊല്ലിയ നിങ്ങൾ ചിരിക്കും അമ്പിളിയമ്മാവൻ. അമ്പിളിയമ്മാവൻ. ഓക്കെ സൂപ്പർ, കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ. നല്ലൊരു കൈയ്യടി കൊടുത്ത് സൂപ്പർ ഗ്രേറ്റ് സൂപ്പർ. ഓക്കെ അടിപൊളി. ഇതുപോലെ അടിപൊളി പാട്ടുകാരന്മാരൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഓരോ ക്ലാസ്സിലും ഓരോരുത്തരുടെ പാട്ടുകളായിട്ട് നമ്മൾ വീണ്ടും വരും, വീണ്ടും കാണാം എന്ന മോഹത്തോടെ നമ്മൾ പാട്ടിൽ നിന്ന് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. റെഡിയാണോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണിച്ചു തന്നെ. സാറിന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണിച്ചു താ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് സാറിന് കാണിച്ചതാ. ഓക്കെ കാണിച്ചതാ. ഓക്കെ റെഡി സെറ്റ് റെഡി. അപ്പൊ നമ്മള് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. മീനിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം സാറിന് എല്ലാ മീനിങ്സും വായിച്ചു പോകണ്ടോ. ഇതൊക്കെ എഴുതിയെടുത്ത ആരും എഴുതിയെടുക്കണ്ട. എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോണ്ട്. ഇത് എഴുതിയെടുത്തതാണ് എല്ലാവരും. അപ്പൊ ജസ്റ്റ് സാർ പറഞ്ഞു പോണേ. എഡ്ജ്, സ്റ്റേ താമസിക്കുക, ടോയ് കളിപ്പാട്ടം, സിംഗ് ഊനാലാടുക, സിംഗ് ഊനാൽ. ഓക്കെ എല്ലാ മീനിങ്സും നമ്മൾ എഴുതിയതാണ്. ഓർമ്മയുണ്ടോ? സാർ ഒന്നും കൂടി നിങ്ങൾക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് തരാൻ കേട്ടോ. ഓർമ്മ കിട്ടാൻ വേണ്ടിട്ട് ഒന്നും കൂടി സാർ ഇങ്ങനെ പറഞ്ഞു തരാം. കാരണം ഇത് സാർ ക്ലാസ് ഇങ്ങോട്ട് പറഞ്ഞു തന്നെ. ന്യൂസിൽ ന്യൂസിൽ. ഓക്കെ സാറിന്റെ കൂടെ വായിച്ചോട്ടോ. ന്യൂസിൽ എന്ന് പറഞ്ഞാൽ മൂക്ക് കൊണ്ട് മെല്ലെ കോരിച്ച. സ്പ്രെഡ് വ്യാപിക്കുക. ടൈനി എന്ന് പറഞ്ഞാൽ ചെറിയ. ലീൻ കുനിയുക. മിഡിൽ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ. ഓക്കെ ടിങ്കിൾ ഇക്കിളിപ്പെടുത്ത്. ഇക്കിളിയാക്കൂലേ? ടിങ്കിൾ. ഓക്കെ നീഡ് ആവശ്യം. ചീക്ക് എന്ന് പറഞ്ഞാൽ കവിൾ. ചീക്ക് കാണിച്ച് ചീക്ക്. ഓക്കെ ടോസ്റ്റി എന്ന് പറഞ്ഞാൽ സുഖകരമായിട്ട് നല്ല സുഖമുള്ള. ഓക്കെ റാപ്പ് എന്ന് പറഞ്ഞാൽ പൊതിയുക. കോസി എന്ന് പറഞ്ഞാൽ സുഖകരമായ. കോസി
സാറിന്റെ കൂടെ പറഞ്ഞോ? നിങ്ങൾ ഒരു വട്ടം കൂടി നിങ്ങളെ ആ മീനിങ് നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുമാണ് സാർ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഒരു വട്ടം നിങ്ങൾ എല്ലാ മീനിങ്ങും റീഡ് ചെയ്യുക. കോസി, വൈപ്പ്, ടിയർ, ലേൺ, ഷോ. ഓക്കെ ആണല്ലോ അല്ലേ? റെഡി ആണല്ലോ അല്ലേ? മീനിങ്സ് ഓക്കെ അല്ലേ? ഓക്കെ. ടൈനി, ലീൻ, പാം. പാം കൈയിന്റെ ഉള്ളൻ ഭാഗം, പാം. റഷ് വേഗത്തിൽ. ടിങ്കിൾ ഇക്കിളിപ്പെടുത്തുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ടോസ്റ്റ്. ടീസ്. ടീസ് എന്ന് പറഞ്ഞാൽ ടീസ് അതിലുണ്ട്, കളിയാക്കുക. എഴുതിച്ചിട്ടുണ്ടല്ലേ? ടീസ്, കളിയാക്കുക. വേദമിക്ക എന്താ മോളെ? വെരി ഗുഡ്, സൂപ്പർ, ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ ആവണം. ഒരു ക്ലാസ്സിൽ വരാതിരുന്നാൽ ആ ക്ലാസ്സിൽ ലിങ്ക് വാങ്ങിക്കണം. സൂപ്പർ വേദാത്മിക. ഓക്കെ, നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ? മീനിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ഓക്കെ, സ്കാമ്പർ എഴുതി വെച്ചോ. സ്കാമ്പർ, സ്കാമ്പർ ഇങ്ങനെ തുള്ളി 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 ചാടി പോകുന്ന. ഓക്കെ, തുള്ളി ചാടി പോകുന്ന അണ്ണാൻ, അങ്ങനെ പോകുന്നതിനാണ് സ്കാമ്പർ എന്ന് പറയുന്നത്. ട്രീ ലിംബ് എന്ന് പറഞ്ഞാൽ മരച്ചില്ല. വാവ്, കാണണോ? വീഡിയോ കാണണോ? കാണണോ? വേണ്ട, വേണോ? വേണ്ടല്ലോ. ലാസ്റ്റ് പോരെ, ലാസ്റ്റ് ലാസ്റ്റ്. ശരിക്കും ക്ലാസ്സിൽ ശ്രദ്ധിച്ചെന്ന ലാസ്റ്റ്. എന്താ പ്ലീസ്, ലാസ്റ്റ് ലാസ്റ്റ് പോരെ? ഓക്കെ, വേണോ? വീഡിയോ വേണോ? വേണോ? ലാസ്റ്റ് പോരെ? ലാസ്റ്റ് പോരാ? പോരാ. എന്നാ ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, അത് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് കാണിച്ച പോരെ? നിങ്ങൾ റെഡി ആണ്, കറക്റ്റ് വെയിറ്റിംഗ് ആണെന്ന് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചത്. ചെസ്റ്റർ റക്കൂൺ. ചെസ്റ്റർ റക്കൂൺ, ഞാൻ സ്കൂളിൽ പോവില്ല പറഞ്ഞു എനിക്ക്. അപ്പൊ അമ്മ മുത്തം കൊടുത്തു കേട്ടോ, കയ്യില് കിസ് കൊടുത്തു. ഓക്കെ, കുറച്ച് കാണിച്ചുതരാം. ഇനി ബാക്കി ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം കേട്ടോ. അത്ര മതി, അത്ര മതി, അത്ര മതി, അത് മതി, അത് മതി, അത് മതി. ഓക്കെ 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 ഓക്കെ, എടുത്തരാം. അപ്പൊ ഇത് ഞാൻ ഇവിടെ വരെ നമ്മൾ കുറച്ച് കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഭാഗം സാർ ഒന്ന് സ്പീഡിൽ പോട്ടെ. ഓക്കെ ആണോ? സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സാർ ആ ഭാഗം മാത്രം സ്പീഡിൽ പോട്ടെ. ബാക്കി മെല്ലെ പോവാം. റെഡി ആണോ? ഒന്ന് ലൈക്ക് അടിച്ചേ. റെഡി ആണെങ്കിൽ ലൈക്ക് അടിച്ചേ. ഓക്കെ. സോ ചെസ്റ്റർ റക്കൂൺ stood at the edge of forest. ചെസ്റ്റർ റക്കൂൺ ഫോറസ്റ്റിന്റെ അറ്റത്ത് നിന്നു. and cried, കരഞ്ഞു. I don't want to go to school. എനിക്ക് സ്കൂളിൽ പോവണ്ട. he told his mother. ആരോട് പറഞ്ഞു? അമ്മനോട് പറഞ്ഞു. അപ്പൊ എന്താ ചെസ്റ്റർ പറയാ? I want to stay with home you. അമ്മേ, എനിക്ക് നിങ്ങളെ കൂടെ നിന്നാ മതി. I want to play with my friends. എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. I want to play with my toys. ഇങ്ങോട്ട് മോളെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. I want to play with my toys. സാറിന്റെ കൂടെ വായിച്ചോ. എനിക്ക് എന്റെ ടോയ്സിന്റെ കൂടെ കളിക്കണം. I want to read my books. എനിക്ക് ബുക്സ് വായിക്കണം. I want to sing my sing. എനിക്ക് എന്റെ ഊഞ്ഞാലാടണം. Please, may I stay home with you? ഞാൻ നിങ്ങളെ കൂടെ വീട്ടിൽ നിൽക്കട്ടെ അമ്മേ, പ്ലീസ് അമ്മേ എന്നിങ്ങനെ ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഉറക്കെ പറ, ഉറക്കെ പറ. അണിമൂട്ടേക്കണ്ട, ഉറക്കെ പറ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ചെസ്റ്റർ. ആര് പറഞ്ഞു? ഉറക്കെ പറ. ചെസ്റ്റർ. ആര് പറഞ്ഞു? ചെസ്റ്റർ റക്കൂൺ പറഞ്ഞു. അപ്പൊ ചെസ്റ്റർ റക്കൂണിന്റെ അമ്മ എന്താ പേര്? ചെസ്റ്റർ റക്കൂണിന്റെ അമ്മ എന്താ പേര്? മിസ് റക്കൂൺ. കണ്ടില്ലേ? മിസ് റക്കൂൺ എന്ത് പറഞ്ഞു? നെട്ടി. ഈ കുട്ടി സ്കൂളിൽ പോണില്ലല്ലോ, പഠിച്ചോനെ എന്ത് ചെയ്യും? മിസ് റക്കൂൺ took ചെസ്റ്റർ by hand and nursed his. മിസ് റക്കൂൺ അമ്മ ചെസ്റ്ററിനെ ചേർത്ത് പിടിച്ചിട്ട് ഈ എന്താ നമ്മളെ ഇയർ ഇങ്ങനെ തടവി. Sometimes we all have to do things we don't want to do. മോനെ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോ ചെയ്യേണ്ടി വരും. She told him gently. അവള് അവനോട് നല്ല രൂപത്തിൽ പറഞ്ഞു, മോനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, പക്ഷെ കുറച്ചു നേരം ഇഷ്ടമായി പോവും. ഓക്കെ, അങ്ങനെ പറഞ്ഞു. Even if they seem strange and scary at first.
ഈവൻ ഇഫ് ദ സീൻ എന്ന് തോന്നുക, ചിലപ്പോ അത് തോന്നിയേക്കാം സ്ട്രേഞ്ച്, നല്ല അപരിചിതമായിട്ട്, ആൻഡ് സ്കാരി, പേടിയെടുത്ത്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. വീണ്ടും പറയുന്ന മോളെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അതുകൊണ്ട് സർ ഒന്ന് സ്പീഡിൽ പോവാൻ കേട്ടോ, നിങ്ങൾ ലൈക്ക് അടിച്ചതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത് ആദ്യം നമുക്ക് പേടി തോന്നും സ്കൂളിൽ പോകുമ്പോ. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. നീ തുടങ്ങി കഴിഞ്ഞാൽ സ്കൂളിനെ ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ടാകും. ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, പുതിയ കളിപ്പാട്ടങ്ങൾ ഉണ്ടാകും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, പുതിയ ബുക്സ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ആൻഡ് സിംഗ് ഓൺ എ ന്യൂ സിങ്സ്, നിങ്ങൾക്ക് പുതിയ ഊഞ്ഞാലിൽ ആടി കളിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആര് പറഞ്ഞെടുക്കാം? അമ്മ പറഞ്ഞെടുക്കാം. ബിസൈഡ്സ്, അത് കൂടാതെ. മനസ്സിലാക്കിക്കോ, ബിസൈഡ്സ് പറഞ്ഞാല് അർത്ഥം അത് കൂടാതെ. അർത്ഥം പറയാത്തില്ല ചോദിച്ചോ, ബിസൈഡ്സ് പറഞ്ഞാല് അത് കൂടാതെ. ഇതൊക്കെ ഉണ്ട്. പുതിയ ബുക്ക് കിട്ടും, പുതിയ ഫ്രണ്ട്സ് കിട്ടും, പുതിയ ഊഞ്ഞാല് കിട്ടും, എല്ലാം പുതിയത് കിട്ടും. മോനെ സ്കൂള് പോയിക്കോ മോനെ എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ മോനെ പറഞ്ഞേക്കുക. അപ്പൊ അമ്മ പിന്നെ പറയാ ബിസൈഡ്സ്, കൂടാതെ, അതും കൂടാതെ. ഷീ ആഡഡ്, അമ്മ കൂട്ടിച്ചേർത്തു. അമ്മ വീണ്ടും പറയാണ് എന്ത്? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്, എനിക്ക് നല്ല വണ്ടർഫുൾ സീക്രട്ട് അറിയാം. നല്ലൊരു രഹസ്യം പറഞ്ഞു തരട്ടെ, നല്ലൊരു സീക്രട്ട് അറിയാം. ദാറ്റ് വിൽ മേക്ക് യു നൈറ്റ്സ് അറ്റ് സ്കൂൾ, അത് നിന്റെ സ്കൂളിലെ നൈറ്റ്, രാത്രികളെ ആക്കും. സീൻ ആസ് വാം ആൻഡ് കോസി, വാം ആൻഡ് കോസി യുവർ ഡേയ്സ് അറ്റ് ലെഫ്റ്റ്. പറഞ്ഞ അർത്ഥം ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചെന്നുണ്ട്. വാം ആൻഡ് കോസി, നല്ല സുഖകരമായിട്ടുള്ള രാത്രികളാക്കും ഈ സീക്രട്ട് നീ എന്നെ അറിഞ്ഞാൽ. അമ്മ പറയാം, മോനെ ഞാൻ നിനക്കൊരു രഹസ്യം പറഞ്ഞു തരാം. ആ രഹസ്യം നീ അറിഞ്ഞാലുണ്ടല്ലോ, നിന്റെ വീട്ടിൽ എങ്ങനെയാണ് നിനക്ക് സുഖം, അതുപോലെ നിന്റെ സ്കൂളിൽ സുഖം ഉണ്ടാകും. രഹസ്യം പറഞ്ഞു തരട്ടെ, രഹസ്യം പറഞ്ഞു തരട്ടെ, രഹസ്യം പറഞ്ഞു തരട്ടെ, തരട്ടെ. Chester wiped away his tears. അമ്മേ രഹസ്യം, എന്താ രഹസ്യം? അമ്മേ എന്താ രഹസ്യം? Chester wiped away, തുടച്ചു. മനസ്സിലാക്കിയോ മക്കളെ? Chester wiped away, തുടച്ചു, തുടച്ചു. എന്ത്? ടിയേഴ്സ്. എന്താ ടിയേഴ്സ്? എന്താ കാണിച്ചേ? ടിയേഴ്സ് എന്താ? കണ്ണുനീര് തുടച്ചു. ആ ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അമ്മേ രഹസ്യോ? എന്ത് രഹസ്യം അമ്മേ എന്ന് ചോദിച്ചു. എ സീക്രട്ട്, രഹസ്യോ, രഹസ്യോ. വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് രഹസ്യമാണ് അമ്മേ? എന്ത് രഹസ്യമാണ് അമ്മ? എനിക്ക് പറഞ്ഞുതരാളത് പറ, കേൾക്കട്ടെ. കൊതിയാവുന്നു, കൊതിയാവുന്നു, എനിക്ക് രഹസ്യം കേൾക്കണം അമ്മ എന്ന് പറഞ്ഞിട്ട് ചെസ്സറൊക്കെ ചാടി കളിച്ചു. എ വെരി ഓൾഡ് സീക്രട്ട്, എ വെരി ഓൾഡ് സീക്രട്ട്. ഒരു ഓൾഡ് സീക്രട്ട് ആണ് ആ സീക്രട്ട്. പറഞ്ഞു തരൂല, ഓൾഡ് സീക്രട്ട് ആണ്. മിസ് റാക്കൂൺ. മിസ് റാക്കൂൺ ആരാ? അമ്മ. മിസ് റാക്കൂൺ പറഞ്ഞ അമ്മയാണ് കേട്ടോ. അമ്മ പറഞ്ഞു ഇറ്റ് ഈസ് എ ഓൾഡ് സീക്രട്ട്, ഒരു പഴയ രഹസ്യമാണത്. ഐ ലേൺഡ്. ലേൺഡ് എന്ന് പറഞ്ഞാ പഠിച്ചു. നിങ്ങള് ലേൺഡ് പഠിച്ചു. ഐ ലേൺഡ്, ഞാൻ പഠിച്ചു. കണ്ടോ? ഐ ലേൺഡ്, ഞാൻ പഠിച്ചു. ഇറ്റ്, ഇറ്റ് അത്. ഏത് സീക്രട്ട് പഠിച്ചു? ഫ്രം മൈ മദർ. ഫ്രം മൈ മദർ. ആരിൽ നിന്ന്? പറ, ആരിൽ നിന്ന്? എന്റെ അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചു. അപ്പൊ ചേസ്റ്ററിന്റെ അമ്മ പറയാണ് ഞാൻ പഠിച്ചത് എന്റെ അമ്മയിൽ നിന്നാണ്. ആൻഡ് ഷീ ലേൺഡ്, എന്റെ അമ്മ പഠിച്ചത് ഫ്രം ഹെർ മദർ. ഓക്കെ, എന്റെ അമ്മ പഠിച്ചത് അവളുടെ അമ്മയിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പം റക്കൂണോട് പറയാ, റക്കൂണെ ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം, വേണോ? ഞാനത് പഠിച്ചത് എന്റെ അമ്മയിൽ നിന്നാണ്, എന്റെ അമ്മ പഠിച്ചതോ അവരുടെ അമ്മയിൽ നിന്നാണ്. അങ്ങനെ ഇറ്റ്സ് എ ഓൾഡ് സീക്രട്ട്, ഇറ്റ്സ് എ ഓൾഡ് സീക്രട്ട്. വേണോ? 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 ഇറ്റ് ഈസ് കോൾഡ് കിസ്സിംഗ് ഹാൻഡ്. ഇറ്റ് ഈസ് കോൾഡ് കിസ്സിംഗ് ഹാൻഡ്. അതാണ്. എങ്ങനെ കിസ്സിംഗ് ഹാൻഡ്? എങ്ങനെ കിസ്സിംഗ് ഹാൻഡ്? കൈ ഇങ്ങനെ പിടിക്കുക,
കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ച എല്ലാവരും, കൈ ഇങ്ങനെ പിടിച്ച എല്ലാവരും, കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ആ കൈയിന്റെ സെന്റർ ഭാഗത്തുണ്ടല്ലോ, കൈയിന്റെ ഭാഗത്ത്, പാമ്പിന്റെ സെന്റർ ഭാഗത്ത് നല്ലൊരു ഉമ്മ കൊടുത്ത്. ഇറ്റ് ഈസ് എ കിസ്സിങ് ഹാൻഡ്. അപ്പൊ അമ്മ പിടിച്ച്, ഞാൻ സത്യം ചോദിക്കട്ടെ, ഞാൻ സത്യമായിട്ട് പറയണ്ടോ, നിങ്ങളുടെ അമ്മമാർ, നിങ്ങളുടെ ഉമ്മമാർ ആരെങ്കിലും നിങ്ങളെ ഇവിടെ ഉമ്മ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് കവിളത്ത് ഉമ്മ തന്നിട്ടുണ്ടാവും, നെറ്റിയിൽ ഉമ്മ തന്നിട്ടുണ്ടാവും, ശരിയാ, ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെ അമ്മമാർ ആരെങ്കിലും ഇവിടെ ഉമ്മ തന്നിട്ടുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? ഉണ്ടോ? സത്യം പറഞ്ഞു, ഇവിടെ നിങ്ങളെ കയ്യില് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ അമ്മമാർ ഉമ്മ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മന്റെ കൈ പോയിട്ട് പിടിക്കുക, നിങ്ങളുടെ ഉമ്മച്ചിന്റെ കൈ പോയിട്ട് പിടിക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞല്ലോ. സീക്രട്ട് എന്നാ? കൈ പിടിച്ചിട്ട് കൈയിന്റെ സെന്റർ ഭാഗത്ത് കേട്ടോ, കൈയിന്റെ സെന്റർ ഭാഗത്ത് ഒരു ഉമ്മ കൊടുക്കുക. ഇറ്റ്സ് എ കിസ്സിങ് ഹാൻഡ്. എന്നിട്ട് ഉമ്മയോട് പറയാ, നിങ്ങൾക്കില്ലേ എപ്പോഴും എന്നെ കാണാൻ തോന്നുമ്പോ നിങ്ങൾ കവിളത്ത് ഇങ്ങനെ വെച്ചാൽ മതി എന്ന് പറയാം. മനസ്സിലായോ? ചെയ്യോ? ചെയ്യോ? റെഡിയാണോ? ചെയ്യോ? റെഡിയാണോ? റെഡി ആയവരാരൊക്കെ കൈ പൊന്തിച്ച്. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ പോയിട്ട് കിസ്സിങ് ഹാൻഡ് കൊടുക്കോ? കിസ്സിങ് ഹാൻഡ് കൊടുക്കോ? 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 വിജയിച്ചേ. ഓക്കെ. അപ്പൊ എന്നിട്ട് അമ്മനോട് പറയാ, എന്നിട്ട് ഉമ്മച്ചിനോട് പറയാ, ഉമ്മ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കാണാൻ പൂതിയാവുമ്പോ, ഞാൻ സ്കൂളിൽ പോകുമ്പോ കാണാൻ പൂതിയാവുമ്പോ നിങ്ങളെ കയ്യിൽ ഞാൻ ഉമ്മ തന്നിട്ടില്ലല്ലോ, അപ്പൊ എന്റെ ഉമ്മ അവിടെ ഉണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾ കാണാൻ തോന്നുമ്പോ നിങ്ങൾ ഇവിടെ വെച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. റെഡിയാണോ? ഓക്കെ. സോ ഇറ്റ് ഈസ് കാൾഡ് കിസ്സിംഗ് ഹാൻഡ്. അതിനാണ് കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്നത്. കണ്ടോ? 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 നമ്മുടെ ചേസ്റ്ററിന്റെ അമ്മയാണിത്, മിസ് റാക്കൂൺ. കണ്ടോ? മിസ് റാക്കൂൺ ആണിത്. ഇത് ചേസ്റ്റർ. ഈ അമ്മ ചേസ്റ്ററിന്റെ കയ്യിൽ ഉമ്മ വെക്കണ കണ്ടോ? കണ്ടോ? അപ്പൊ അമ്മയോട്, അമ്മ എന്റെ കയ്യിൽ ഉമ്മ ആദ്യം നിങ്ങളെ അമ്മക്ക് കൊടുക്കുക. ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മക്ക് കൊടുക്കുക. എന്ത്? കയ്യില് ഉമ്മ കൊടുക്കുക. കയ്യില് സെന്റർ ഭാഗത്താവണം കേട്ടോ. ഈ ഭാഗത്താവണേ, ഈ ഭാഗത്ത് തന്നെ ആവണം കേട്ടോ, ഇവിടെ ആവാൻ പറ്റില്ല, ഈ സെന്റർ ഭാഗത്താവണം. എന്നിട്ട് നിങ്ങൾ ആദ്യം ഉമ്മക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, അമ്മനോട് പറയാ, അമ്മേനിന്റെ കയ്യിലും കിസ് തരണം എന്ന് പറയാ. ഞാൻ സ്കൂളിൽ പോകുമ്പോ എനിക്ക് അമ്മേന്റെ സ്നേഹം ഇവിടെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പറയാ. എങ്ങനെ ഉണ്ടാവും? കൊള്ളാവോ ഐഡിയ? ഐഡിയ കൊള്ളാവോ? കൊള്ളാവോ? സെറ്റ് സെറ്റ് സെറ്റ്. സോ ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കും. റെഡിയാണോ? ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കും ഗായ്സ്. ഓരോ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ കിസ്സിംഗ് ഹാൻഡ് കൊടുത്തിട്ടേ പോവുള്ളൂ. റെഡിയാണോ ഗായ്സ്? റെഡിയാണോ ഗോയ്സ്? റെഡിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ നോക്കി നോക്കി നോക്കി, ദ കിസ്സിംഗ് ഹാൻഡ്. ചേസ്റ്റർ അന്തം വിട്ടു. കിസ്സിംഗ് ഹാൻഡ്, ഹാൻഡ് കിസ് ചെയ്യോ? ആസ്ക് ചേസ്റ്റർ. ചേസ്റ്റർ ചോദിക്കും, കിസ്സിംഗ് ഹാൻഡ്, വാട്ട് ഈസ് ദാറ്റ്? അതെന്താണമ്മേ? അപ്പൊ അമ്മ പറയാണ്, ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം നിനക്ക്. മിസ് റാക്കൂൺ ടുക്ക് ചേസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ്. മിസ് റാക്കൂൺ, അമ്മ ടുക്ക് എടുത്തു. ടുക്ക് എന്താ? ടുക്ക് എന്താ? പറ 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 പറ. അൺമ്യൂട്ട് ചെയ്യണ്ട, പറഞ്ഞോ. ടുക്ക് എന്താ? എടുത്തു. ചേസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ്, ചേസ്റ്ററിന്റെ ഇടത്തെ കൈ ഇങ്ങനെ എടുത്തു. കൈ ഇങ്ങനെ എടുത്തിട്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻടു ഫാൻ. സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ്. ടൈനി ടൈനി എന്താ? പറ പറ. അൺമ്യൂട്ട് ആക്കട്ടെ, പറഞ്ഞോ. ടൈനി, ചെറിയ. ടൈനി എന്താ? ടൈനി എന്താ? ചെറിയ. ചെറിയ ഫിംഗേഴ്സ് ഇൻടു ഫാൻ. ഫാന് പോലെ അഥവാ ഇങ്ങനെ പിടിച്ചിരുന്ന കൈ ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ ആക്കി ഫാന് പോലെ ആക്കി. ഇങ്ങനെ പിടിച്ചിരുന്ന കൈ ഇങ്ങനെ ഫാന് പോലെ ആക്കിയിട്ട് ലീനിങ് ഫോർവേഡ്, മുന്നോട്ട് കുനിഞ്ഞു. ലീനർ ഇതാ പഠിച്ചു. ലീനറെ കുനിയുക. ലീനിങ് ഫോർവേഡ്, മുന്നോട്ട് കുനിഞ്ഞു. ഷീ കിസ്ഡ് ചേസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് പാം. ചേസ്റ്ററിന്റെ ആ റൈറ്റ് ഭാഗത്ത്, മിഡിൽ ഓഫ് പാം, ഈ പാമ്പിന്റെ മിഡിൽ ഭാഗത്ത് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്തു. ആഹാ, അന്തസ്. ഓക്കെ. അപ്പൊ ചേസ്റ്റർ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു തീപ്പൊരി ഇങ്ങനെ പാറുന്ന പോലെ ചേസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ്. ചേസ്റ്റർ അമ്മയുടെ ആ കിസ് ചേസ്റ്റർ തോന്നി. റഷ്. റഷ് എന്താ? റഷ് 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 എന്ന് പറയുന്ന വേഗം പറ. റഷ് വരെ കുതിക്കുക. റഷ് എന്താ? കുതിക്കുക. റഷ് കുതിച്ചു ഫ്രം ഹിസ് ഹാൻഡ്. അവന്റെ ഇവിടെ ഉമ്മ, അവന്റെ അമ്മ ഇവിടെ ഒരു ഉമ്മ തന്നു. എന്നിട്ട് ആ ഉമ്മ ഇതിലൂടെ ഇങ്ങനെ അരിച്ചു കേറാം. മേത്താകെ ഫുള്ള് ഉമ്മയായി ഗൈസ്.
ഫ്രം ഹിസ് ഹാൻഡ്, അവന്റെ ഹാൻഡിൽ നിന്ന് അപ്പ് ഹിസ് ആം, അവന്റെ ആമിലേക്ക് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ധരിച്ചു കയറി. ഇൻ ടു ഹിസ് ഹാർട്ട്, അവന്റെ ഹാർട്ടിലേക്ക് ആ ഉമ്മ എത്തി. ഇവിടെ ഗൈസ്, ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് tingled with a special warmth. ഈവൻ ഈ സിൽക്കി ബ്ലാക്ക് മാസ്ക് പറഞ്ഞാല് ഇതാണ് കേട്ടോ. അവന്റെ കണ്ടില്ലേ, ഇതാണ് ഇവിടെ കണ്ടില്ലേ, ഇവന്റെ ഈ മുഖത്ത് കണ്ടില്ലേ ഒരു സിൽക്കി ആയിട്ട് ബ്ലാക്ക് മാസ്ക് കണ്ടില്ലേ, ഒരു കറുത്ത ഭാഗം കണ്ടില്ലേ. അപ്പൊ അതാണ് അവന്റെ ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഭാഗത്ത് അവനിങ്ങനെ പുളകിതമാവുക. അപ്പൊ ആ രൂപത്തിലായിരുന്നു. അതാണ് ഈവൻ ഹി സിൽക്കി ബ്ലാക്ക് മാസ്ക്. ബ്ലാക്ക് മാസ്ക് പറഞ്ഞാല് അവന്റെ ഈ മുഖത്തുള്ള ആ ബ്ലാക്ക് ആയിട്ടുള്ള കറുത്ത ഭാഗമുണ്ടല്ലോ, അതിലൂടെ tingled ഇക്കിളിയായി വിത്ത് എ സ്പെഷ്യൽ വാംത്, നല്ലൊരു സുഖം കിട്ടിയ പോലെ. അമ്മയുടെ ആ ചുംബൻ അവന്റെ കയ്യിൽ കിട്ടിയപ്പോ അവന്റെ ഉള്ളിലാകെ കുളിരങ്ങോട്ട് കയറി. മോളെ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്, മോളെ ഇങ്ങോട്ട് 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 നോക്കി. മനസ്സിലായി? അവിടെ ശ്രദ്ധിക്കും, അവിടെ തരം പറയല്ലോ കേട്ടോ, ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ കയറി ഗായ്സ്. മിസ് റാക്കൂൺ സ്മൈൽഡ്. സ്മൈൽ പ്ലീസ്. മിസ് റാക്കൂൺ സ്മൈൽഡ്. മിസ് റാക്കൂൺ എന്ത് ചെയ്തു? മിസ് റാക്കൂൺ എന്ത് ചെയ്തു ഗൈസ്? മിസ് റാക്കൂൺ എന്ത് ചെയ്തു? പുഞ്ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ. ഷീ ടോൾഡ് ചെസ്റ്റർ. അവൾ ചെസ്റ്ററിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? വെൻ എവർ യു ഫീൽ ലോൺലി. whenever you feel lonely, നീ ഒറ്റക്കായിട്ട് നിൽക്കുമ്പോൾ, whenever എപ്പോഴെങ്കിലും, you feel നിനക്ക് തോന്നുകയാണെങ്കിൽ, feel എന്ന് പറഞ്ഞാൽ തോന്നുക, അറിയോ? feel എന്ന് പറഞ്ഞാല് തോന്നുക, തോന്നുക, feel. feel പറഞ്ഞാല് തോന്നുക, അറിയാതെ കേട്ടോ. feel പറഞ്ഞാൽ തോന്നുക. whenever എപ്പോഴെങ്കിലും, എപ്പോഴെങ്കിലും, എപ്പോഴെങ്കിലും നീ ലോൺലി എന്ന് പറഞ്ഞാല് ലോൺലി ഒറ്റക്ക്, ഒറ്റക്ക്, ഒറ്റക്ക്. എപ്പോഴെങ്കിലും നീ ഒറ്റക്കായിട്ട് തോന്നിയാൽ ആൻഡ് നീഡ്. നീഡ് എന്താ? ആവശ്യം. നീഡ് എന്താ? ആവശ്യം. നിനക്ക് ആവശ്യമായി. ലിറ്റിൽ ലവ് ഫ്രം ഹോം. നിനക്ക് വീട്ടിലുള്ള സ്നേഹം കുറച്ച് ആവശ്യമായി വന്നു. അങ്ങനെ സമയത്ത് ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ഇൻ ടു ചീക്ക്. എന്താ ചെയ്യണ്ടേ? കാണിച്ചേ കാണിച്ചേ. ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ഇൻ ടു ചീക്ക്. കാണിക്ക് കാണിക്ക്. ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ്. നിങ്ങളെ ഈ ഹാൻഡ് പ്രസ് ചെയ്യാ ഇൻ ടു ചീക്ക്. ചീക്ക് കവിളത്ത് പ്രസ് ചെയ്യാ. അപ്പൊ ഇവിടെ ഉമ്മ തന്നിട്ടുണ്ടല്ലോ, ഇവിടെ ചുംബനം തന്നിട്ടുണ്ടല്ലോ, ഈ ചുംബനം ചീക്കിൽ ഇങ്ങനെ വെക്കുക. ആൻഡ് തിങ്ക്, എന്നിട്ട് ചിന്തിക്കുക, മമ്മി ലവ്സ് യു. നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഹെസ്റ്ററേ എന്ന് ചിന്തിക്കുക. മമ്മി ലവ്സ് യു. കണ്ടോ? നിങ്ങളെ നല്ല ലവിന്റെ ചിഹ്നൊക്കെ കണ്ടില്ലേ? മമ്മി നിന്നെ ലവ് ആക്കുന്നുണ്ടടാ മോനെ, എന്റെ പൊന്നു ചക്കരേ, നിന്നെ മമ്മി ലവ് ആക്കുന്നുണ്ടടാ, മമ്മി ലവ് ആക്കുന്നുണ്ട് നിന്നെ എന്ന് പറഞ്ഞു. ആര്? ചെസ്റ്ററിന്റെ അമ്മ പറഞ്ഞു. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ഇൻ ടു യുവർ ഫേസ്. ആൻഡ് ദാറ്റ് വെരി കിസ്, ആ കിസ് ജംപ് ഇൻ ടു യുവർ ഫേസ്, നിന്റെ മുഖത്തിലേക്ക് ചാടി കളക്കും. ഈ കയ്യിൽ നിന്ന് ഇവിടേക്ക് ചാടും. എന്ത്? ആ കിസ്. ആൻഡ് ഫിൽ യുവർ വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. അപ്പൊ നിങ്ങൾക്ക് നല്ല സുഖകരമായിട്ടുള്ള ചിന്തകൾ നിനക്ക് കിട്ടും. Okay, she took Chester's hand. അവൻ ചെസ്റ്റേഴ്സിന്റെ ഹാൻഡ് എടുത്തു. and carefully wrapped his fingers around the kiss. she took ചെസ്റ്ററിന്റെ ഹാൻഡ് എടുത്ത്, കൈ എടുത്തിട്ട് carefully wrapped. wrapped എന്താ? wrapped പഠിച്ചു നിങ്ങൾ. എന്താ wrapped പറഞ്ഞാല്? പൊതിയുക. പൊതിഞ്ഞു ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. ആ കിസിന്റെ മുകളിൽ അവളുടെ കയ്യോ. അപ്പൊ അമ്മ എന്ത് ചെയ്യൂ? അവന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചു. ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊക്കെ കൂട്ടി പിടിച്ചു. നൗ ബി കെയർഫുൾ നോട്ട് ലൂസ് ഇറ്റ്. മോനെ കൈ പിടിച്ചിട്ട്, അല്ല ഞാനും നിന്റെ കയ്യിൽ ഉമ്മ തന്നിട്ട് ചുംബൻ തന്നിട്ടുണ്ടോ, ഇത് കളയണ്ടോ, ഇത് കളയണ്ടോ, എപ്പോഴും ഈ ചുംബന്റെ കയ്യിലുണ്ടാകും, കളയണ്ടോ എന്ന് പറയാ. ഉമ്മ കളഞ്ഞു പോകുന്ന പറഞ്ഞാ ഉമ്മ അവിടെ എപ്പോഴും ഉണ്ടാവും, എന്നാലും അവന്റെ ഒരു ഫീല് മനസ്സിലുണ്ടാവും അല്ലെ. നൗ ബി കെയർഫുൾ നോട്ട് ലോസ് ഇറ്റ്. എടാ ചെസ്റ്ററെ, ആ ഉമ്മ കളയണ്ടോ, നിന്റെ ഞാൻ തന്ന ചുംബനുണ്ടല്ലോ നിന്റെ കയ്യിലുണ്ട്, അത് കളയണ്ടോ. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. ഷീ ടീസ്ഡ് ഹിം. അവനെ ജസ്റ്റ് കളിയാക്കി. ടീച്ചറാണ് കളിയാക്കി. അത് കളയണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കി. ബട്ട് ഡോണ്ട് വറി, അതൊന്നും വിഷമിക്കണ്ട അമ്മേ. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്.
അമ്മ പറയണേ ബട്ട് ഡോണ്ട് വറി, നീ വിഷമിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്, നീ ഫുഡ് കഴിച്ചതിന് ശേഷം നീ കൈ തുറക്കുമ്പോ ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. നീ ഫുഡ് കഴിക്കുമ്പോ നമ്മൾ കൈ നനയില്ലേ, ഫുഡ് കഴിക്കുമ്പോ കൈ നനയില്ലേ, അപ്പൊ ചുംബനം പോകൂലേ? അപ്പൊ എന്താക്കും ഗൈസ്? അപ്പൊ എന്താക്കൂ ഗൈസ്? അപ്പൊ അമ്മ പറയാണേ നോക്കിയേ, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ്, നിന്റെ കൈ തുറക്കുമ്പോ ടു വാഷ്, കൈ കഴുകാൻ വേണ്ടി തുറക്കുമ്പോ ആഫ്റ്റർ ഹാവിംഗ് ഫുഡ് കഴിച്ചതിന് ശേഷം കൈ കഴുകുമ്പോ ഐ വിൽ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. സ്റ്റിക്കർ എന്താ? ഒട്ടി നിൽക്കുക. സ്റ്റിക്കർ ഒട്ടി നിൽക്കുക. അപ്പൊ കൈ കഴുകുമ്പോഴൊന്നും ഉമ്മ പോവില്ല, ചുംബനം പോവില്ല, അവിടെ ഒട്ടി നിൽക്കും. ആ ചുംബനം എവിടേക്കും പോവില്ല എന്ന് ആര് പറഞ്ഞെടുക്ക? അമ്മ പറഞ്ഞെടുക്ക. അതാണ് the magic kissing hand. സ്റ്റിക്കറാൽ ഒട്ടി നിൽക്കുക. അപ്പൊ അമ്മ പറയാണ് ആ ചുംബനം എവിടേക്കും പോവില്ല, അത് അവിടെ ഒട്ടി നിൽക്കും എന്ന് പറയാ. മനസ്സിലായോ? ഓക്കേ, കണ്ടോ? അവന് നല്ല സന്തോഷായി. ടെങ്കടേ എന്റെ കയ്യിൽ അമ്മയുണ്ടല്ലോ, അമ്മയുടെ ചുംബനമുണ്ടല്ലോ. അവന് നല്ല സന്തോഷായി. അവനിങ്ങനെ ഫുൾ ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ, അവന് ഫുൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നല്ല സന്തോഷായി അവന്. Chester loved his kissing hand. അവന് ആ ലവിങ് kissing hand ഭയങ്കര ഇഷ്ടമായി. Now അപ്പോൾ he knew his mother's love. അവൻ അമ്മയുടെ സ്നേഹം അറിഞ്ഞു അല്ലേ. അമ്മക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നു എന്നോട്. He knew his mother's love would go with him wherever he went. അവൻ എവിടെ പോയാലും, even to സ്കൂളിലേക്ക് പോയാലും എവിടെ പോയാലും അമ്മയുടെ സ്നേഹം കൂടെ ഉണ്ട് എന്ന് അവൻ അറിഞ്ഞു. That night, guys, അന്ന് രാത്രി Chester stood in front of his school. എന്നോട് പറ, മീനിങ് പറഞ്ഞോ. സർ വായിക്കാൻ നിങ്ങൾ മീനിങ് പറഞ്ഞോ. Chester stood. പറ. നിന്നു in front of his school. അവന്റെ സ്കൂളിന്റെ മുന്നിൽ നിന്നു. ആദ്യമായിട്ട് സ്കൂളിൽ പോവാ. looked thoughtful. കുറെ ചിന്തിച്ചു, കുറെ നേരം ചിന്താവിഷനായി നിന്നു. Suddenly, പെട്ടെന്ന് he turned to his mother and grinned. പറ. പെട്ടെന്ന് അവൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് അവരിങ്ങോട്ട് പിടിച്ചു. Give your hand. അമ്മ നിങ്ങളെ കയ്യെത്താ. He told her. അമ്മയോട് പറയാ, അമ്മ നിങ്ങളെ കയ്യെത്താ. കണ്ടില്ലേ അമ്മ? ആദ്യ ചെസ്റ്റർ ഇങ്ങനെ സ്കൂളിലേക്ക് കയറാൻ പോയപ്പോ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു നിന്നു. കുറച്ചേരം ആലോചിച്ചു നിന്നു. അമ്മ നിങ്ങളെ കൈ താ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് എന്ത് ചെയ്തു? കൈ ചോദിച്ചു. അപ്പൊ അമ്മന്റെ കൈ പിടിച്ചു ചെസ്റ്റർ അമ്മക്കും കൊടുത്തൊരു കിസ്സിങ് ഹാൻഡ്. എങ്ങനെയുണ്ട്? അമ്മ കണ്ടില്ലേ, അമ്മക്ക് കൊടുക്കുന്നുണ്ടല്ലേ, കിസ്സിങ് ഹാൻഡ് കൊടുക്കുന്നുണ്ടല്ലേ. ഓക്കെ, അമ്മക്കും അവനൊരു കിസ്സിങ് ഹാൻഡ്. Chester took his mother's hand. Chester അവന്റെ അമ്മയുടെ കൈ പിടിച്ചു. In his own, അവന്റെ അടുത്തേക്ക് പിടിച്ചിട്ട് and unfold her large familiar fingers into hand. And unfold, ഇങ്ങനെ പിടിച്ചിരുന്ന കൈ unfold തുറന്നു. ചുരുട്ടി വെച്ചതാണ്. unfold തുറന്നു. large familiar into fan, ഒരു ഫാൻ പോലെ എന്ത് ചെയ്തു? ആ ഭാഗം തുറന്നു. മനസ്സിലായോ? നെക്സ്റ്റ്, he leaned forward and kissed the center of her hand. അവന് കുനിഞ്ഞിട്ട് അമ്മയുടെ കൈയുടെ സെന്റർ ഭാഗത്ത് ചെയ്തു ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്തു. Now you have a kissing hand too. അമ്മേ, നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് സീക്രട്ട് കിസ്സിംഗ് ഹാൻഡ് ഞാൻ തന്നു. He told her. അമ്മയോട് പറഞ്ഞു. With a gentle goodbye. അമ്മേ, ഗുഡ് ബൈ അമ്മേ, ഞാൻ സ്കൂളിൽ പോവാണ് അമ്മേ. ഐ ലവ് യു എന്ന് അമ്മയോട് പറഞ്ഞു. നിങ്ങൾ പറയാറുണ്ടോ ഉമ്മനോട് ഐ ലവ് യു എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ, സത്യം പറയടാ. ഇല്ലല്ലോ, പറഞ്ഞു നോക്ക്, നല്ല രസാ. Chester said as he returned and danced away. Chester എന്നിട്ട് പറഞ്ഞു, he turned, അവൻ തിരിഞ്ഞു, and danced away,
നല്ല ഡാൻസ് ചെയ്ത് ടെങ്ക് കിസ്സിങ് ഹാൻഡ് ഉണ്ടല്ലോ എന്ന് ഒരു ടെങ്ക് പറഞ്ഞിട്ട് അവനെ ചെയ്തു കളിച്ച് ചിരിച്ചു പോയി. കണ്ടില്ലേ, അമ്മ ഇവിടെ നോക്കി നിൽക്കുന്നു, അവന് കണ്ടില്ലേ ചാടി കളിച്ചിട്ട് ഇങ്ങനെ പോവാ സ്കൂളിലേക്ക്. സന്തോഷായി അവൻക്ക്. മിസ് റാക്കൂൺ വാച്ച്ഡ് കേട്ടോ, മിസ് റാക്കൂൺ വാച്ച്ഡ്. മിസ് റാക്കൂൺ ഇങ്ങനെ നോക്കി നിൽക്കുക. കണ്ടില്ലേ, മിസ് റാക്കൂൺ വാച്ച്ഡ്. മിസ് റാക്കൂൺ ഇങ്ങനെ നോക്കി നിൽക്കുക. അവൻ പോകുന്ന കണ്ടില്ലേ, അവനിങ്ങനെ പോവാ. കണ്ടില്ലേ, അവനിങ്ങനെ പോവാ. മിസ് റാക്കൂൻ അവിടെ എങ്ങനെ എന്ത് ചെയ്യുന്നു നോക്കി. കണ്ടില്ലേ, അവിടെ മിസ് റാക്കൂന് നോക്കി നിൽക്കുന്നുണ്ട്. അവനെന്ത് ചെയ്തു, ഇങ്ങനെ ചാടി കളിച്ച് പോവാ അല്ലേ. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാംബർ അക്രോസ്. സ്കാംബർ പറഞ്ഞിട്ടുണ്ട് ഞാൻ, സ്കാംബർ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താ എന്താ പറഞ്ഞ സ്കാംബർ പറയാമല്ലോ. എന്താ സ്കാംബർ എന്ന് പറഞ്ഞാല്? സ്കാംബർ സ്കാംബർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ചാടി 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 ഇങ്ങനെ പോവാ. ഇതിനാണ് സ്കാംബർ പറയാ. അക്രോസ് ട്രീ ലിംബ്. ട്രീ ലിംബ് എന്താ, മരച്ചില്ല. ഇപ്പൊ നമ്മളിന്ന് പറയില്ലേ നല്ല സ്കൂളിലേക്ക് പോകുമ്പോ എങ്ങനെ പോകൂലേ, ഓരോ മരച്ചില്ലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ നടന്നു പോകുന്ന ആൾക്കാരുണ്ടോ അവിടെ? സ്കൂളിലോട്ട് നടന്നു പോകുന്നവരുണ്ടോ? അവർക്കാണ് ഇത് അറിയുള്ളൂ. സ്കൂളിലോട്ട് സ്കൂൾ ബസ് പോകുന്നവർക്ക് ഇതൊന്നും അറിയില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ നടന്നു പോകുന്നവർക്ക് ഇങ്ങനെ ഓരോ വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് എന്ത് ചെയ്യുന്നു, സ്കൂളിലോട്ട് നടന്നു പോകുമ്പോ എന്ത് ചെയ്യുന്നു, ഓരോ മരച്ചില്ലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കളിച്ച് ചിരിച്ചു പോകുന്നു. ആസ് ദ ഫസ്റ്റ് ബെൽ ആദ്യത്തെ ബെല്ല് ഓഫ് ന്യൂ സ്കൂൾ. സ്കൂളിന്റെ ആദ്യത്തെ ബെല്ല് അടിച്ചപ്പോ റാങ്ക്, സ്കൂളിന്റെ ബെല്ല് റാങ്ക് ബെല്ലടിച്ചു. ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. എന്ത് അവള് അവന്റെ ഹാൻഡ് ഇങ്ങനെ ചീക്കിലേക്ക് പ്രസ് ചെയ്തു, പുഞ്ചിരിച്ച് ആരോട് നോക്കിയിരുന്നു? ചെസ്റ്റർ ഇങ്ങനെ നോക്കിയിരുന്നു. ദ വാംത്ത് ഓഫ് ചെസ്റ്റർസ് കിസ് ഫില്ഡ് ഹെർ ഹാർട്ട്. അവളുടെ അമ്മയുടെ അല്ല, ചെസ്റ്റർ അമ്മയുടെ, ചെസ്റ്റേഴ്സ് കിസ് ചെസ്റ്ററിന്റെ ഉമ്മ അവളുടെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ നല്ല പുഞ്ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല സുഖകരമായിട്ട് അവളുടെ ഹേർട്ടിലും എത്തി വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. നല്ല സ്പെഷ്യൽ ആയിട്ട് വേർഡ് അവൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പറ എന്താ അവൻ പറഞ്ഞത്? എന്താ അമ്മയോട് പറഞ്ഞത്? ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് ഈസ് സാഡ്, ചെസ്റ്റർ ലവ്സ് യു. ഒരു പാട്ട് പാടിയാ, അമ്മേ ഐ ലവ് യു, ചെസ്റ്റർ ലവ് യു, അമ്മേ ചെസ്റ്റർ ലവ് യു. ചെസ്റ്റർ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ചെസ്റ്റർ ലവ് യു, ചെസ്റ്റർ ലവ് യു, ചെസ്റ്റർ ലവ് യു, ചെസ്റ്റർ ലവ് യു, ചെസ്റ്റർ ലവ് യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അങ്ങനെ പോയി. ഗായ്സ്, ഇത് ചെസ്റ്ററിന്റെ സ്റ്റോറിയാണ് ഗായ്സ്. ചെസ്റ്ററിന്റെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്ന അവന്റെ സ്റ്റോറി. ഓക്കെ ആയോ? മനസ്സിലായോ? കഥ മനസ്സിലായോ? ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിച്ചു നോക്കിയേ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിച്ചു നോക്കിയേ. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടോ നോക്കി നോക്കിയേ. വേഗം ആവട്ടെ. കണ്ടില്ലേ, ചെസ്റ്ററും അവന്റെ അമ്മയാണ് ഗായ്സ്. അവന് സ്കൂളിൽ പോകില്ല പറഞ്ഞിട്ട് കരഞ്ഞിരിക്കുക. അമ്മ അവനക്ക് കയ്യിൽ ഒരു ഉമ്മ കൊടുത്തു, കിസ്സിങ് ഹാൻഡ്. കണ്ടില്ലേ കൊടുക്കുന്നേ? അപ്പൊ അവന് ഇഷ്ടപ്പെട്ടിട്ട് എന്തേലും അമ്മയും അവന് രണ്ടാള് രസകരമായിട്ട് എവിടേക്ക് പോവാണേ? സ്കൂളിലോട്ട് പോവാണ്. ഓക്കേ സ്കൂളിലെത്തി ഗായ്സ്. ടാറ്റാ ബൈ. അമ്മയോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ആര് പോവാണ്? ചെസ്റ്റർ പോവാണ് ട്ടാ. ചെസ്റ്ററെ സ്കൂളിലോട്ട് പോയി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഒന്ന് ചാപ്റ്റർ വായിച്ചു. എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിച്ചോ. ഏത് ഡൗട്ട് ആണെങ്കിലും ചോദിച്ചോ. ഒരു കാര്യം, മീനിങ് കറക്റ്റ് പഠിച്ചിരിക്കണം കേട്ടോ. ഏത് മീനിങ് ഡൗട്ട്, ഏതെങ്കിലും ഭാഗം കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് എടുത്തേ. ഇതാണ് നിങ്ങളുടെ ചാപ്റ്ററിന്റെ സമ്മറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ ടോട്ടൽ ഭാഗം. ഈ ചാപ്റ്റർ സമ്മറി കൂടെ സാർ കാണിച്ചാൽ ഇത് നിങ്ങൾക്ക് തരുന്ന ക്യാപ്സ്യൂൾ നോട്ടിൽ ഉണ്ടാകും. ക്യാപ്സ്യൂൾ നോട്ട് എന്താണെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓരോ ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ക്യാപ്സ്യൂൾ നോട്ട് എന്ന് പറഞ്ഞല്ലേ. ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ഉണ്ടാവൂലേ, അതും അതിന്റെ ആൻസേഴ്സ് ഒക്കെ ക്യാപ്സ്യൂൾ നോട്ടിൽ ഉണ്ടാകും. അപ്പൊ ക്യാപ്സ്യൂൾ നോട്ട് വേണോ നിങ്ങൾക്ക്? ക്യാപ്സ്യൂൾ നോട്ട് വേണോ? ക്യാപ്സ്യൂൾ നോട്ട് വേണോ? എല്ലാ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് അതിന് ഉത്തരം വേണോ? അയ്യടാ, എന്നാൽ ഉത്തരം നോക്കി എഴുതാനല്ലേ? അയ്യടാ, അമ്പടി, ആള് കൊള്ളാലോ.
ഉത്തരം നോക്കി എഴുതുന്നതിന് കുഴപ്പമില്ല, ബട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഉത്തരം നോക്കി എഴുതാനൊന്നും കുഴപ്പമില്ല, ബട്ട് പഠിച്ചിട്ട് വേണം എഴുതാൻ. അതിനോക്കെയാണോ? അതിനോക്കെയാണെങ്കിൽ സേർ അയച്ചുതരാം. അങ്ങനെയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും, എല്ലാ ആക്ടിവിറ്റിന്റെ ക്വസ്റ്റ്യനും ആ ആക്ടിവിറ്റി ആൻസറും സേർ അയച്ചുതരാം. വേണോ? വേണോ? ഈ ചാപ്റ്ററിൽ എല്ലാ ആക്ടിവിറ്റിന്റെ ക്വസ്റ്റ്യനും ആൻസറും സേർ അയച്ചുതരാം. അതിനാണ് ക്യാപ്സ്യൂൾ നോട്ട് എന്ന് പറയാം. അത് വേണോ? വേണോ? വേണ്ട? വേണ്ട? വേണമെന്നുള്ളവർ മാത്രം കൈവെക്കുക. ഓക്കെ, വേണ്ട എന്നുള്ളവർ ഇങ്ങനെ കൈ കാണിക്കുക. വേണ്ട എന്നുള്ളവര് നല്ല കുട്ടികൾ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ കഴിഞ്ഞില്ലേ? അപ്പൊ ഈ ചാപ്റ്ററിന്റെ സമ്മറി ആണേ. നോക്കിയേ, ചേസ്റ്റർ റക്കൂൺ ഈസ് സ്കേർഡ്. ചേസ്റ്റർ റക്കൂൺ പേടിച്ചു. ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകാൻ പേടിച്ചു. ആൻഡ് വാണ്ട്സ് ടു സ്റ്റേ ഹോം വിത്ത് ഹിസ് മദർ, അവന്റെ അമ്മയുടെ കൂടെ വീട്ടിൽ നിൽക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. ടു കംഫേർട്ട് ഹിം, എന്ത്? അവനെ കംഫേർട്ട് ആക്കാൻ ഹിസ് മദർ ഷെയർസ് എ സ്പെഷ്യൽ സീക്രട്ട് കാൾഡ് കിസ്സിംഗ് ഹാൻഡ്. അവനെ കംഫേർട്ട് ആക്കാൻ, അവനൊന്ന് സോപ്പിടാൻ വേണ്ടിട്ട് അമ്മ ഒരു സ്പെഷ്യൽ ട്രിക്ക് കൊടുത്തു. എന്താ? കിസ്സിംഗ് ഹാൻഡ്. ഷീ കിസ്സസ് ദ സെന്റർ ഓഫ് ഹിസ് പാം. അവന്റെ സെന്റർ, പാമ്പ് പറഞ്ഞ കയ്യിന്റെ ഉള്ളിലെ ഭാഗത്തിൽ സെന്ററിൽ അവിടെ നിന്ന് ഒരു കിസ് കൊടുത്തു. ആൻഡ് ടെൽ ഹിം ടു പ്രസ് ടു ചീക്ക് വെൻ എവർ ഫീൽ ലോൺലി. നീ വിഷമിക്കണ്ട, നീ എപ്പോഴും ഒറ്റക്കാണ് തോന്നിയാൽ ഈ ഭാഗം പിടിച്ചിട്ട് നിന്റെ ചീക്കിൽ വെച്ചാൽ മതി, അപ്പൊ ഞാൻ കൂടെ ഉണ്ടാകും എന്ന് അമ്മ പറഞ്ഞെടുത്തു. സോ ഹി ക്യാൻ ഫീൽ ഹെർ ലവ്. അപ്പൊ അമ്മയുടെ സ്നേഹം അവനക്ക് കിട്ടി, മനസ്സിലായി. ദിസ് മേക്സ് ചേസ്റ്റർ ഫീൽ സേഫ് ആൻഡ് ഹാപ്പി. ഇത് അവൻക്ക് സേഫും ഹാപ്പി ആക്കി. ബിഫോർ ഗോയിങ് ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ചേസ്റ്റർ ഗീവ്സ് ഹിസ് മദേഴ്സ് കിസ്സിംഗ് ഹാൻഡ് ടു ഷോയിങ് ഹിസ് ലവ് ഫോർ ഹെർ. എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ അമ്മക്കൊരു കിസ് കൊടുത്തിട്ട് പോകും. അമ്മ അവനക്കൊരു കയ്യിലിട്ടോ, ഇവിടെ അല്ല കയ്യിൽ കൊടുക്കും. അങ്ങനെ ഇനി പോകുന്നവർ സ്കൂളിലേക്ക് പോകുമ്പോ എപ്പോഴും ഒരു കിസ്സിംഗ് ഹാൻഡ് കൂടെ പോവാൻ റെഡിയാണോ? എന്നും നിങ്ങളെ കിസ്സിംഗ് ഹാൻഡ് കൊണ്ടുപോകാൻ റെഡിയാണോ? നിങ്ങൾക്ക് റെഡിയാണോ? സാർ, ഞാൻ ഇനി എന്നും എന്റെ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഉമ്മ കൊടുത്ത് എന്റെ അമ്മയോട് എന്റെ കയ്യിലൊന്നും, അമ്മ ഇവിടെ നിന്ന് കിസ് ചെയ്തേ നിങ്ങള്. എന്ത് നിങ്ങളെ കൈ കാണിച്ച് അമ്മയുടെ കിസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇവിടെ കിസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇവിടെ വെച്ചാൽ മതി അല്ലേ? കിസ്സിംഗ് ഹാൻഡ് കൊണ്ടുപോകാൻ റെഡിയാണോ? കിസ്സിംഗ് ഹാൻഡ് കൊണ്ടുപോകാൻ റെഡിയാണോ? സെറ്റാണോ? റെഡിയാണോ? ഓക്കെ, സോ ഇതെല്ലാവരും എഴുതിയെടുക്കണം കേട്ടോ. ഇത് നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. വേഗം എല്ലാവരും നോട്ട്ബുക്ക് തുറന്നേ. എന്നിട്ട് ചാപ്റ്റർ ഹെഡിങ് എഴുതുക, സമ്മറി എന്ന് എഴുതുക. എന്നിട്ട് ഇത് എഴുതിയെടുത്ത് എല്ലാവരും വേഗം എഴുതിയെടുക്ക്, വേഗം എഴുതിയെടുക്ക്, വേഗം എഴുതി. ഡൗട്ടുള്ള വിളിച്ചാൽ മതി. ആരുഷിന് എന്താണ് ഡൗട്ട്? ഓക്കെ, വേഗം എഴുതിയെടുത്തോട്ടോ. അത് വായിച്ച് എഴുതണം മക്കളെ, റീഡ് ചെയ്ത് എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, നോട്ട്ബുക്ക് ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. അർത്ഥം, മീനിങ് എഴുതണം നോക്കും, എല്ലാ മീനിങ് എഴുതി നോക്കും, അതുപോലെ സമ്മറി എഴുതി നോക്കും. മക്കളെ ഒരു കാര്യം ഞാൻ വിട്ടുതരണോ? ആക്ടിവിറ്റീസ് അതിൽ ഉത്തരമുള്ളത് വിട്ടുതരണോ? വിട്ടുതരാം. പക്ഷേ ഞാൻ വിട്ടുതരേണ്ട ക്യാപ്സ്യൂൾ നോട്ട് ഉണ്ടല്ലോ, നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, അടുത്ത ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ നോട്ട് കിട്ടും. നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, ആ ക്യാപ്സ്യൂൾ നോട്ട് ആദ്യം നമ്മൾ പറഞ്ഞുതരും, ജസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞുതരും ക്ലാസ്സിൽ. അതിനുശേഷം അത് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. റെഡിയാണോ? നോട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ നോട്ട് ചെക്ക് ചെയ്യും കേട്ടോ. ആ ഡൗട്ടുള്ളവർ വിളിച്ചു. ആർക്കും ഡൗട്ടുള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്തൊക്കെ മതി കേട്ടോ. ഗൗരിക്ക് നമ്മളുള്ള ഡൗട്ട്, ഗൗരിമോളുടെ ഡൗട്ടാണോ? പറ. മോൾക്ക് എന്താ ഡൗട്ട്? എങ്ങനെ? ഏത് കാണുന്നില്ല? ആണോ?
റേഞ്ച് ഇഷ്യൂ ആയിരിക്കും മോളെ, എനിക്ക് തോന്നുന്ന റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. ബാക്കി ആർക്കും അത് ഇല്ല, അതിലാരും പറഞ്ഞിട്ടില്ല. ക്ലിയർ ആയില്ല. കുറച്ചേരം അവിടെ വെച്ചത് ഫോണിൽ എടുക്കണ്ട, ഫോൺ തൊടണ്ട, അപ്പൊ അങ്ങനെ റെഡി ആയിക്കോളും. റേഞ്ച് കറക്റ്റ് ആവാനായിട്ടായിരിക്കും. ഓക്കെ പിന്നെ ശിവതീർത്ഥന് എന്താ ഡൗട്ടടാ? ഏതടാ? ഇതാണോ? പാം. എന്റെ കൂടെ വായിച്ചേ, പാം പാം പാം. എന്താ പാമ്പിന്റെ അർത്ഥം എന്താ? അറിയില്ലെന്നോ? എടാ നമ്മള് എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സില്. അപ്പൊ നീ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ മീനിങ്സ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ പാമ്പിന്റെ അർത്ഥം എന്താ പഠിക്കാനത്? പാമ്പിന് മീനിങ് എഴുതിയില്ലേ? പിന്നെന്താ പഠിക്കാനത്? പഠിക്കണം കേട്ടോ മോനെ. പാമ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളൻ കൈ, കൈയിന്റെ ഉൾഭാഗം, മനസ്സിലായോ? ഇതിനാണ് പാമ്പ് എന്ന് പറയാ. കൈയിന്റെ എന്താ പാമ്പ് എന്ന് പറഞ്ഞാല്? കൈയിന്റെ ഉൾഭാഗം. ഓക്കെ, ഈ ഭാഗത്തിനാണ് പാമ്പ് എന്ന് പറയാ കേട്ടോ. ഓക്കെ, ആയിഷക്ക് എന്താ ഡൗട്ട്? വെരി ഗുഡ്. സോ അപ്പൊ ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ. അപ്പൊ ആ ക്ലാസ്സിൽ ലിങ്ക് വാങ്ങി കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ മോള് ഇന്ന് തന്നെ, കാരണം ആ ക്ലാസ്സിലാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എല്ലാ മീനിങ്സും പറഞ്ഞത്. ആ ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ ആ മീനിങ്സ് ആദ്യം ഫുള്ള് എഴുതി വെക്കാൻ വേണ്ടിട്ട് എല്ലാവരും ടൈം കൊടുത്ത് മോൾ ആ ലിങ്ക് വാങ്ങുക. അപ്പൊ ലിങ്ക് വാങ്ങിയിട്ട് മോൾക്ക് ആ ലിങ്ക് വാങ്ങി കാണുമ്പോൾ പോസ് ആക്കുന്നിട്ട് എഴുതി വെക്കുക. എന്നിട്ട് പോസ് ആക്കിയിട്ട് എഴുതി വെച്ച എല്ലാ കാര്യവും എഴുതി വെച്ചിട്ട് മോൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് നോക്കി കാണാം കേട്ടോ. അപ്പൊ മനസ്സിലാവും. കാരണം കഴിഞ്ഞ ക്ലാസ്സിന്റെ ഫുൾ മീനിങ് പറഞ്ഞ് മീനിങ് പഠിച്ചു വരാൻ പറഞ്ഞു. ആ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തത്. അപ്പൊ ഈസി ആയിരിക്കും. കാരണം മോളിൽ ആ ലിങ്ക് മോൾക്ക് ഇന്നലെ ക്ലാസ് ടീച്ചർ അയച്ചു തരും കേട്ടോ. ക്ലാസ് ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കണേ. ക്ലാസ് ടീച്ചർ നമ്പർ ഇല്ല കയ്യില്, ഇപ്പൊ തന്നെ ചോദിച്ചോട്ടോ മോളെ. ഓക്കെ, ഗുഡ്. പിന്നെ ആരോണ്ട് എന്താടാ? ഇന്ന് എഴുതി വെച്ചാൽ മതി. ഇന്ന് തന്നെ ലിങ്ക് വാങ്ങിക്കാണ് കേട്ടോ. ഓക്കെടാ, ഗുഡ് ബോയ്. ഓക്കെ, അയനക്ക് എന്താ ഡൗട്ടടാ? ഇപ്പൊ ക്ലിയർ ആണോ? അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അപ്പൊ കുറച്ചു നേരം അത് അവിടെ തന്നെ ഫോണിൽ കളിക്കാതെ അവിടെ വെക്ക് ഫോൺ. അപ്പൊ റെഡി ആയിരിക്കും കേട്ടോ. ആരോമൽ എന്താ ഡൗട്ട്? ഇത് എഴുതി കഴിഞ്ഞ മക്കളെ എല്ലാവരും എഴുതുന്നുണ്ടല്ലോ അല്ലേ? എഴുതി കഴിഞ്ഞിട്ട് ക്യാമറയിലോട്ട് ഒന്ന് കാണിച്ചു തരട്ടോ. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് സാർ എന്താണ് എഴുതി പറഞ്ഞ ക്യാമറയിലോട്ട് കാണിച്ചു തരട്ടോ. മോൻ പറ, എന്താ ഡൗട്ട്? പറ. നെറ്റ് കേട്ടില്ലടാ, ഉറക്കെ പറ. കട്ടായ മോനെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് കേട്ടോ. ബാക്കി ആർക്കും അത് കുഴപ്പമില്ല. മോന്റെ അവിടെ നെറ്റ്വർക്ക് എന്താ പ്രോബ്ലം ആയിട്ട് റേഞ്ചുള്ള സ്ഥലത്ത് ഇരിക്കുക കേട്ടോ. നല്ല റേഞ്ചുള്ള സ്ഥലത്ത് ഇരിക്കുക കേട്ടോ. അപ്പൊ റെഡി ആവും. ഏതെന്താ ഡൗട്ടടാ? എന്താ വാൺ എന്ന് പറഞ്ഞ വാണിംഗ് കൊടുക്കുക. വാം എന്നാണോ? വാമാണോ? നല്ല ചൂടുള്ള, നല്ല സുഖകരമായിട്ട്, നല്ല വാം. ഇറ്റ്സ് എ വാം എയർ. ഓ, നല്ല സുഖമുള്ള കാറ്റ് പറയില്ലേ? ഇറ്റ്സ് എ വാം എയർ. നല്ല സുഖമുള്ള എന്നർത്ഥം കേട്ടോ. വാം ആൻഡ് കോസി എന്നൊക്കെ പറയും.
അയാനക്ക് എന്താ ഡൗട്ട്? ഞാൻ ന്യൂ സ്റ്റുഡന്റ് ആണ്. എന്റെ ഫസ്റ്റത്തെ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സില് എനിക്കറിയില്ല. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഇന്ന് തന്നെ മോള് വാങ്ങിക്കാണ്. ക്ലാസ് ടീച്ചർ നമ്പർ കയ്യിലില്ലേ? അപ്പൊ ക്ലാസ് ടീച്ചറോട് ഇന്ന് തന്നെ സാറെ ടീച്ചറെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഇന്ന് തന്നെ എനിക്ക് അയച്ചിരണം. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ പറയാം. ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ഇപ്പൊ പറയാം ടീച്ചറെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ന്യൂ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ കഴിഞ്ഞ ക്ലാസ് ഞാൻ കണ്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ടൊന്ന് കാണിച്ചു തരണം പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അനാമിക മോൾക്ക് എന്താ ഡൗട്ട്? അനാമിക പറയടാ. വെരി ഗുഡ്. അപ്പൊ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നോ? അല്ലല്ലോ. ഇല്ല. അപ്പൊ അതിന് ലിങ്ക് വാങ്ങി കാണണം കേട്ടോ. ഇന്ന് തന്നെ ടീച്ചറോട് ലിങ്ക് വാങ്ങുക. അപ്പൊ ആ ക്ലാസ്സിലെ മക്കളെ ഒരു കാര്യം, ഈ ഫസ്റ്റത്തെ ക്ലാസ് എന്ന് പറയുന്നതിനോട് ഒരു കാര്യം പറയണം. എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ ഫസ്റ്റത്തെ ക്ലാസ്, കാരണം കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഈ ചാപ്റ്ററിലെ എല്ലാ മീനിങ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ലിങ്ക് വാങ്ങുക എല്ലാവരും. മനസ്സിലായോ? ഇതിന് തൊട്ട് മുമ്പ് ക്ലാസ്സിന് ലിങ്ക് വാങ്ങിയിട്ട് അത് കണ്ടിട്ട് അതിലെല്ലാ മീനിങ്സ് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. കാരണം ഇവിടെ ഓരോരുത്തർ നോട്ട്ബുക്ക് ഞാൻ മീനിങ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇല്ലെങ്കിൽ നല്ല പണിഷ്മെന്റും ഇമ്പോസിഷനും കിട്ടും. എല്ലാവരും കൂടെ പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ആ ലിങ്ക് വാങ്ങിയിട്ട്, ഇന്ന് തന്നെ ലിങ്ക് ഉണ്ട് അതിന്റെ കേട്ടോ. ആ വീഡിയോയിൽ റെക്കോർഡ് ലിങ്ക് ഉണ്ട്. അപ്പൊ അത് വാങ്ങിയിട്ട് ഇന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാ, കംപ്ലീറ്റ് മീനിങ് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ. ഇതെല്ലാം എന്താ ഡൗട്ട്? വെരി ഗുഡ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എന്താ? എങ്ങനെ? ഈ ക്ലാസ്, ഈ ചാപ്റ്ററിൽ 2 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സിന്റെ ലിങ്ക് ഇന്ന് തന്നെ വാങ്ങി കണ്ടിട്ട് എന്നിട്ട് എന്താ മീനിങ്സ് ഒക്കെ എഴുതി എടുക്കുക കേട്ടോ. ഏഞ്ചൽ എന്താ ഡൗട്ട്? അപ്പം അതിന്റെ നോട്ട്സൊക്കെ പിന്നെ കുറച്ച് ക്ലാസ് കഴിഞ്ഞപ്പോ മറ്റേ ക്ലാസ് കണ്ടിട്ട് ഞാൻ മതിയോ? ഓക്കെ. ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ വാങ്ങിയിട്ട് എഴുതണം. ആ ലിങ്ക് വാങ്ങിയിട്ട് എഴുതണം കേട്ടോ. ഓക്കെ. ദീപ്ത മോൾക്ക് എന്താ ഡൗട്ട്? പറ. എന്താ? എങ്ങനെ? കഴിഞ്ഞോ? വെരി ഗുഡ്. ക്ലാസ് മനസ്സിലായോ? മോളൊന്ന് ചാപ്റ്റർ വായിച്ചു നോക്കി എല്ലാം റെഡി ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്കിയൊക്കെ. കഴിഞ്ഞവര് കമന്റ് ഇട്ടാ മതി. കമന്റ് ഇട്ടാ മതി കേട്ടോ. ഓക്കെ. ഹാൻഡ് റൈസ് ചെയ്യാം. ഡൗട്ട് ഉള്ളവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്യുക. എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തരണമെന്നുള്ളവർ ഹാൻഡ് റൈസ് ചെയ്യാം. അക്ഷിത മോൾക്ക് എന്താ ഡൗട്ട്? സൂം അപ്ഡേറ്റ് ആവാത്തത് കൊണ്ട് അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് കുറച്ച് ആൾക്കാർക്ക്. സൂം അപ്ഡേറ്റ് ആവാത്തല്ലേ സാറേ? സൂം അപ്ഡേറ്റ് ആക്കിയാൽ മതി കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളെ സൂം അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ക്ലാസ് എല്ലാവരും ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ സൂം ക്ലാസ് കഴിഞ്ഞിട്ട്, ഇപ്പല്ല ക്ലാസ് കഴിഞ്ഞിട്ട് സൂം അപ്ഡേറ്റ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് സൂം അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളെ അത് ചെയ്തോളൂ കേട്ടോ. ആദിദേവേ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത. ആദിദേവ് ഇടാ മോനെ. നീ എഴുതിയോ? നീ ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? മീനിങ് ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ? ചോദിച്ചാ കിട്ടണം കേട്ടോ. ഏത് ഭാഗം ചോദിച്ചാ കിട്ടോ? ഞാൻ ക്ലാസ്സിൽ ചോദിച്ചാൽ കിട്ടും. ഞാൻ ചോദിക്കുന്നേ ഇതാ ഈ ഭാഗം ഒന്ന് മോൻ പറഞ്ഞേ.
മിസ് റാക്കൂൺ വാച്ച്ഡ് ചേസ്റ്റേഴ്സ് സ്കാമ്പർ അക്രോസ് ട്രീ ലിംബ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ചാടിപ്പോയി സ്കൂളിലേക്ക്. മിസ് റാക്കൂൺ വാച്ച്ഡ് എന്താ? അമ്മ നോക്കി നിന്നു. ട്രീ ലിംബ് എന്ന് പറഞ്ഞ എന്താ? മരച്ചില്ലകൾ പിടിച്ചിട്ട് സ്കൂളിലേക്ക് ചാടി ചാടി പോകുന്നത് ആ അമ്മ ഇങ്ങനെ നോക്കി നിന്നു അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇത് വേഗം എഴുതി. സമ്മർ വേഗം എല്ലാവരും എഴുതിയെടുക്ക്, വേഗം എഴുതിയെടുക്ക്. ഓക്കെ ഓക്കെ. ആമി എവിടെ? എല്ലാവരും ഹാൻഡ് ഔട്ട് ആക്കിക്കേ. ഞാൻ വിളിച്ചവർ മാത്രം ഹാൻഡ് റൈസ് ആക്കാം കേട്ടോ. എല്ലാവരും ഹാൻഡ് ഔട്ട് ആക്കിക്കേ. ആമിയ ഒന്ന് ഹാൻഡ് റൈസ് ആക്കിക്കേ. ആമിയ ഹാൻഡ് റൈസ് ആക്ക്. ആമിയ വേഗം 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 ആവട്ടെ. ആമിയ ഹാൻഡ് റൈസ് ആക്ക്. അതുൽ ഹാൻഡ് റൈസ് ആക്കിക്കേ. അതുൽ കൃഷ്ണ. മിറാഷും ഫാത്തിമയും ഹാൻഡ് റൈസ് ആക്കിക്കേ. മിറാഷും ഫാത്തിമയും. ഓക്കെ. മെഹറിൻ ഹാൻഡ് റൈസ് ആക്കിക്കേ. മെഹറിൻ. ഓക്കെ. പിന്നെ നക്ഷത്ര ഹാൻഡ് റൈസ് ആക്കിക്കേ. സ്കനന്ദസായി എസ് പിള്ള. സ്കന്ദസായി. എന്തൊക്കെ പേരാളാ. കിരൺ ഹാൻഡ് റൈസ് ആക്കിക്കേ. വൈഗ വിഷ്ണു ഹാൻഡ് റൈസ് ആക്കിക്കേ. എൽനെ സാബു ഹാൻഡ് റൈസ് ആക്കിക്കേ. ഈ പറഞ്ഞ പിള്ളേരൊക്കെ ഹാൻഡ് റൈസ് ആക്കി നിന്നേ വേഗം. ഓക്കെ. ഈ പറഞ്ഞ ആൾക്കാര്, പേര് വിളിച്ച ആൾക്കാര് നമ്മളെ ക്ലാസ് കഴിഞ്ഞാൽ പോവരുത്, ഇവിടെ നിൽക്കണം കേട്ടോ. മനസ്സിലായല്ലോ? ഈ പറഞ്ഞപ്പോ ആമിയ, അതുല്, പിന്നെ മിറാഷും ഫാത്തിമയും, മെഹറിന്, സ്കന്ദസായും, നക്ഷത്രയും, കിരണും, വൈഗയും, എലനയും ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ പോവരുത്, ലീവ് ആവരുത്, ഇവിടെ തന്നെ നിൽക്കണം. ഓക്കെ. ബാക്കിയുള്ളവർക്ക് ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും ചോദിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതുപോലെ പെട്ടെന്ന് ആരെ പേരാ എപ്പോഴാ വിളിക്കാന്ന് പറയാൻ പറ്റില്ല മക്കളെ. ആരെ പേരുമാണ് എപ്പോഴും വിളിക്കാൻ. നിങ്ങളെ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം, പഠിച്ചിരിക്കണം. ഏത് വേർഡിന്റെ മീനിങ് ചോദിച്ചാലും കിട്ടണം. മനസ്സിലായോ? മനസ്സിലായോ മക്കളെ പൊന്നു മക്കളെ, മനസ്സിലായോ? മാഷിന്റെ മക്കൾ പഠിക്കൂലേ? സാറിന്റെ മക്കൾ പഠിക്കൂലേ? നന്നായി പഠിക്കോ? സൂപ്പർ ആയിട്ട് പഠിക്കോ? ചേസന്റെ പോലെ അമ്മക്ക് എന്നും കിസ്സിങ് ഹാൻഡ് കൊടുത്തു പോവോ? ഉമ്മക്ക് എന്നും കിസ്സിങ് ഹാൻഡ് കൊടുത്തു പോവോ? ഞാൻ എന്നും കിസ്സിങ് ഹാൻഡ് കൊടുത്തിട്ട് പോവെന്നുള്ളവര് പറഞ്ഞാ മതി. ഓക്കെ. അപ്പൊ നല്ല കുട്ടികളായിട്ട് സൂപ്പർ. സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? ലവ് ഉണ്ടോ? അമ്മയോടും അച്ഛനോടും മാത്രം മതിട്ടാ. കണ്ട പിള്ളേരോടൊന്നും ലവ് ആക്കാൻ പോവണ്ട. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അമ്മനോടും ഉമ്മനോടും ഉപ്പയോടും അമ്മനോടും അച്ഛനോടും മാത്രം ലവ് മതിട്ടാ. ഫാമിലീസിനോട് മാത്രം ലവ് മതി, വേറെ ലവ് ആക്കാൻ പോവണ്ട. അടി കിട്ടും പിന്നെ. ഓക്കെ മക്കളെ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. സോ എന്റെ പൊന്നു നല്ല മക്കൾക്ക് താങ്ക് യു. ബൈ. അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടികൾ ഇവിടെ നിൽക്കുക. നോട്ട് ചെക്കിങ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ആരെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വിളിക്കട്ടോ. ആരെ വിളിക്കുന്ന പറഞ്ഞില്ലേ, പെട്ടെന്ന് ഒരു ദിവസം ഓരോരുത്തർ വിളിക്കുക. അപ്പൊ ഇങ്ങനെ ആ സമയത്ത് പെടാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഓരോ ദിവസം ഓരോ കഴിഞ്ഞനുസരിച്ച് എഴുതി പോയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കുമ്പോൾ ഏത് സമയത്ത് ഇതാ സാറേ ഞാൻ എഴുതിയത് പറഞ്ഞ് കാണിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ മക്കളെ. ലവ് യു ആൾ.